സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മംഗളൂരുവിലെ മസാജ് സെന്ററിന് നേരെയുള്ള ആക്രമണം. ശ്രീരാമസേന നേതാക്കൾ ഉൾപ്പെടെ 14 പേർ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസമാണ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മസാജ് സെന്ററിന് നേരെ ആക്രമണമുണ്ടായത്. DSS കേരളയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 26-27 തീയതികളിൽ റിപ്പബ്ലിക് ദിനാഘോഷവും ഗോത്ര മഹോത്സവവും സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് അവകാശ ദിനത്തിന്റെ ഭാഗമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത്. ആസ്പിരേഷണൽ ബ്ലോക്ക് പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡ് ജനമൈത്രി പോലീസ് ഹോസ്ദുർഗിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി വന്ധ്യജനസഭ നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ, ഗ്രാമപഞ്ചായത്ത്, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വയോജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി CPIM അജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റി വയലാർ ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ സംസ്ഥാന കലോത്സവ പ്രതിഭകളുടെ കലാപരിപാടികളും നടന്നു. ഒരു കാലത്ത് കല്യാണ വീടുകളിൽ ആവേശം വിതച്ചിരുന്ന മുട്ടിപ്പാട്ടിന്റെ താളമിടൽ വീണ്ടും അരങ്ങിലെത്തുന്നു. തങ്കയം യുണൈറ്റഡ് FC-യുടെ ആതിഥേയത്വത്തിലാണ് അഖില കേരള മുട്ടിപ്പാട്ട് മത്സരം ജനുവരി 28-ന് തങ്കയത്ത് നടക്കുന്നത്. കൊളവയിൽ മുട്ടുന്തലക്കണ്ടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനമായി. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. വാർത്തകൾ വിശദമായി. മംഗളൂരുവിലെ മസാജ് സെന്ററിന് നേരെയുള്ള ആക്രമണം. ശ്രീരാമസേന നേതാക്കൾ ഉൾപ്പെടെ 14 പേർ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസമാണ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മസാജ് സെന്ററിന് നേരെ ആക്രമണമുണ്ടായത്. കൂടുതൽ പേർ ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം മംഗളൂരുവിൽ വീണ്ടും സദാചാര ഗുണ്ട ആക്രമണം. കഴിഞ്ഞ ദിവസമാണ് ബെജായി KSRTC സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന കളേഴ്സ് യൂണിസെക്സ് സലൂണിന് നേരെ ശ്രീരാമസേനയുടെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ മലയാളി ഉൾപ്പെടെ 14 പേരെ അറസ്റ്റ് ചെയ്തു. മംഗളൂരു സിറ്റി ബാർക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബെജായിയിൽ KSRTCക്ക് സമീപം ആദിത്യ കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന കളേഴ്സ് എന്ന യൂണിസെക്സ് സലൂണിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സ്ഥാപനോടമ സുധീർ ഷെട്ടി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കാസർഗോഡ് ഉപ്പള സ്വദേശി പുരന്ദര റായ്, പെടമലെ മങ്കി സ്റ്റാൻഡിലെ ശരൺ രാജ്, ബണ്ട്വാൾ സ്വദേശി ഹർഷിത് എന്ന ഹർഷരാജ്, വാമഞ്ചൂർ മൂടുഷെഡ്ഡെ സ്വദേശി രവി പൂജാരി എന്ന മോഹൻദാസ്, വാമഞ്ചൂർ അംബേദ്കർ നഗർ സ്വദേശി സച്ചിൻ തുടങ്ങി 14 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ മാധ്യമപ്രവർത്തകനായ ശരൺ രാജ് 2012-ലെ പബ് ആക്രമണ കേസിലെ പ്രതിയായിരുന്നു. ഈ കേസിൽ 1 വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു. 2024 ഓഗസ്റ്റിൽ കോടതി ഇയാളെ വെറുതെ വിട്ടു. അന്ന് പബ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ശരൺ രാജ് ആയിരുന്നു. ನಿಮ್ಮ ಬಂಧನ ಆಗಿದೆ, ಏನ್ ಹೇಳ್ತೀರಾ? സലൂണിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാരോപിച്ചായിരുന്നു ആക്രമണം. സ്ഥാപനത്തിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും സലൂണിന്റെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. സംഭവത്തിൽ കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. DSS കേരളയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 26-27 തീയതികളിൽ റിപ്പബ്ലിക് ദിനാഘോഷവും ഗോത്ര മഹോത്സവവും സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. DSS കേരളയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 26-27 തീയതികളിൽ റിപ്പബ്ലിക് ദിനാഘോഷവും ഗോത്ര മഹോത്സവവും ഡോക്ടർ ബാബാ സാഹേബ് സ്കോളർഷിപ്പ് വിതരണവും നടക്കും.
ജനുവരി 26-ന് കരുവേടകത്തെ DSS കേരളയുടെ സംസ്ഥാന ഓഫീസിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടക്കും. ജനുവരി 27-ന് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഗോത്രമഹോത്സവത്തിന് മുന്നോടിയായി പൊതുസമ്മേളനം നടക്കും. ജനുവരി 27-ന് രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന ജയ്ഭീം ഗോത്ര റാലി സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് 2 മണിക്ക് DSS കേരള സംസ്ഥാന ചെയർപേഴ്സൺ രേഷ്മ കരുവേടകം അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്യും. KPCC എക്സിക്യൂട്ടീവ് മെമ്പർ ജ്യോതികുമാർ ചാമക്കാല മുഖ്യാതിഥിയായി പങ്കെടുക്കും. അണ്ണാ DHRM പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തും. നിർധനരായ കുട്ടികൾക്ക് നൽകിവരുന്ന ബാബാ സാഹേബ് അംബേദ്കർ സ്കോളർഷിപ്പ് വിതരണം DHRM കേരള സംസ്ഥാന ചെയർപേഴ്സൺ അശ്വതി ബാബു നിർവഹിക്കും. ആഘോഷിക്കുമ്പോൾ DSS കേരള ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ആഘോഷം ഗോത്രമഹോത്സവമായി ആഘോഷിക്കപ്പെടുന്നതിന്റെ ഭാഗമാണ് ഈ പത്രസമ്മേളനം. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാന ഭാരവാഹികളെ എന്റെ രേഷ്മ കരുവേടകം, DSS കേരളയുടെ സംസ്ഥാന ചെയർപേഴ്സൺ, സുധൻ വെള്ളരിക്കൽ, DSS കേരളയുടെ സംസ്ഥാന സെക്രട്ടറി. കാസർഗോഡിന്റെ തനതുകലയായ മംഗലം കളിയും കൊറകനൃത്തവും മാധവൻ കൊട്ടോടി നയിക്കുന്ന കുമർ ഫോക്ക് ബാൻഡിന്റെ നാടൻപാട്ടും ഉണ്ടായിരിക്കുന്നതാണ്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ചെയർപേഴ്സൺ രേഷ്മ കരുവേടകം, സംസ്ഥാന സെക്രട്ടറി സുധൻ വെള്ളരിക്കുണ്ട്, സംസ്ഥാന ട്രഷറർ രമണി സുന്ദരൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രമേശൻ അരിങ്കൽ, സംസ്ഥാന വൈസ് ചെയർമാൻ രമേശൻ ബന്തെടുക്ക എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് അവകാശ ദിനത്തിന്റെ ഭാഗമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് അവകാശ ദിനത്തിന്റെ ഭാഗമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് P മണിമോഹനൻ ഉദ്ഘാടനം ചെയ്തു. ശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള ഏത് ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ പരിശോധിച്ച് നോക്കിയാലും ആരോഗ്യ മേഖലയെയും വിദ്യാഭ്യാസ മേഖലയെയും നന്നായി സഹായിക്കുന്ന പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും ഇന്ന് രാജ്യത്തിനകത്ത് ലാഭകരമല്ല എന്ന നിലയിൽ ഏറ്റവും വേഗം അടച്ചുപൂട്ടലിന് വിധേയമാക്കുന്നത് പൊതുമേഖലയിലുള്ള സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങളെയുമാണ് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് 57 മുതൽ ഇങ്ങോട്ടുള്ള ഗവൺമെന്റുകൾ സ്വീകരിച്ച നടപടികൾ ശ്രദ്ധേയമായ നിലയിൽ ഈ സംസ്ഥാനത്തിനകത്ത് മുന്നോട്ടേക്ക് പോകുന്നത്. ജില്ലാ പ്രസിഡന്റ് PV അനീഷ് അധ്യക്ഷത വഹിച്ചു. FSETO ജില്ലാ സെക്രട്ടറി K ഹരിദാസ്, KGNA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PV പവിത്രൻ, ഉണ്ണി ജോസ് എന്നിവർ സംസാരിച്ചു. KGNA ജില്ലാ സെക്രട്ടറി PP അമ്പിളി സ്വാഗതവും KGNA ജോയിന്റ് സെക്രട്ടറി K ജലജ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരു ഇടവേളയ്ക്ക് ശേഷം മംഗളൂരുവിൽ വീണ്ടും സദാചാര ഗുണ്ട ആക്രമണം. കഴിഞ്ഞ ദിവസമാണ് ബെജായി KSRTC സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന കളേഴ്സ് യൂണിസെക്സ് സലൂണിന് നേരെ ശ്രീരാമസേനയുടെ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ മലയാളി ഉൾപ്പെടെ 14 പേരെ അറസ്റ്റ് ചെയ്തു. മംഗളൂരു സിറ്റി ബാർക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബെജായിയിൽ KSRTCക്ക് സമീപം ആദിത്യ കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന കളേഴ്സ് എന്ന യൂണിസെക്സ് സലൂണിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സ്ഥാപന ഉടമ സുധീർ ഷെട്ടി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കാസർഗോഡ് ഉപ്പള സ്വദേശി പുരന്ദര റായ്, പെടമലെ മങ്കി സ്റ്റാൻഡിലെ ശരൺ രാജ്, ബണ്ട്വാൾ സ്വദേശി ഹർഷിത് എന്ന ഹർഷരാജ്, വാമഞ്ചൂർ മൂടുഷെഡ്ഡെ സ്വദേശി രവി പൂജാരി എന്ന മോഹൻദാസ്, വാമഞ്ചൂർ അംബേദ്കർ നഗർ സ്വദേശി സച്ചിൻ തുടങ്ങി 14 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ മാധ്യമപ്രവർത്തകനായ ശരൺ രാജ് 2012 പബ് ആക്രമണ കേസിലെ പ്രതിയായിരുന്നു. ഈ കേസിൽ 1 വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു. 2024 ഓഗസ്റ്റിൽ കോടതി ഇയാളെ വെറുതെ വിട്ടു. അന്ന് പബ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ശരൺ രാജായിരുന്നു. ದಾಳಿಯನ್ನು ನಾವೇ ದಾಳಿಯನ್ನು ಮಾಡಿ
ಪ್ರಸಾದ್ ನಿಮ್ಮ ಬಂಧನ ಆಗಿದೆ, ಏನ್ ಹೇಳ್ತೀರಾ? ಸ್ವಲ್ಪ ಸರ್. സലൂണിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാരോപിച്ചായിരുന്നു ആക്രമണം. സ്ഥാപനത്തിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും സലൂണിന്റെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. സംഭവത്തിൽ കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത്. ആസ്പിരേഷണൽ ബ്ലോക്ക് പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പരപ്പ ആസ്പിരേഷണൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ 3.5 കോടി അമൗണ്ട് നമുക്ക് നീതി ആയോഗിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഇനിയും നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള 15 അക്കൗണ്ടബിൾ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അതെല്ലാത്തിലും തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ബ്ലോക്ക് ഒരു പിന്നോക്ക ബ്ലോക്ക് എന്ന നിലയ്ക്ക് മാറി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കഴിഞ്ഞ കളക്ടേഴ്സ് കോൺഫറൻസിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ കൂടങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഗൈനക്കോളജി വിഭാഗം തുടങ്ങണം. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ആര്യ പി രാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. KSSM കോർഡിനേറ്റർ സി രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഈസ്റ്റ് ചെള്ളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രജനി കൃഷ്ണൻ, PV ചന്ദ്രൻ, M പത്മകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അന്നമ്മ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CM സുഹാസ് സ്വാഗതവും KSSM ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അഷ്റഫ് നന്ദിയും പറഞ്ഞു. നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ 500 ബ്ലോക്കുകൾ നടക്കുന്ന പരിപാടിയാണ് ആസ്പിരേഷണൽ ബ്ലോക്ക് പദ്ധതി. ആരോഗ്യവും പോഷകവും വിദ്യാഭ്യാസം, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യം, സാമൂഹ്യ വികസനം എന്നീ 5 മേഖലകളിലെ 39 സൂചകങ്ങളുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത്. ഈ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ മുൻനിര ബ്ലോക്കുകളിൽ ഒന്നായി മാറി നീതി ആയോഗിന്റെ 3.5 കോടി രൂപയുടെ പുരസ്കാരം നേടുന്നതിന് പരപ്പ ബ്ലോക്കിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും സഹായത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പരിധിയിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാർക്കായി പൂടങ്കല ബഡ് സ്കൂളിൽ നടത്തിയ സ്ക്രീനിംഗ് ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുത്ത 186 ഗുണഭോക്താക്കൾക്ക് വീൽ ചെയറുകൾ, മോട്ടറൈസ്ഡ് ട്രൈസൈക്കിൾ, ശ്രവണ സഹായികൾ, വിവിധ തരം ക്രച്ചസുകൾ, വാക്കിംഗ് സ്റ്റിക്കുകൾ, റോളറ്ററുകൾ, കൃത്രിമ കാലുകൾ, സ്മാർട്ട് ഫോൺ തുടങ്ങി 15.87 ലക്ഷം രൂപയുടെ വിവിധ തരം ഉപകരണങ്ങളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. സ്ക്രീനിംഗ് ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്നും വിദഗ്ധർ തെരഞ്ഞെടുത്ത 186 ഗുണഭോക്താക്കൾക്കാണ് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡ് ജനമൈത്രി പോലീസ് ഹോസ്തൃകിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി വന്ധ്യജനസഭ നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ, ഗ്രാമപഞ്ചായത്ത്, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വയോജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വയോജനങ്ങളുടെ ക്ഷേമം, സുരക്ഷ എന്നിവ മുൻനിർത്തി കാസർഗോഡ് സോഷ്യൽ പോലീസ് ഡിവിഷൻ പുതുതായി ആരംഭിച്ച പദ്ധതിയാണ് വന്ധ്യജനസഭ. 60 വയസ്സ് തികഞ്ഞവർക്ക് പലവിധ കാരണങ്ങളാൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ നേരിട്ട് ഹാജരായി പറയാൻ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടായ സാഹചര്യം പരിഗണിച്ച് വയോജനങ്ങളെ അവർക്ക് സൗകര്യപ്രദമാകുന്ന ഒരു സ്ഥലത്ത് കൂട്ടായി എത്തിച്ച് അവരുടെ സുരക്ഷ സംബന്ധിച്ചുണ്ടാകുന്ന അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുക എന്നതാണ് വന്ധ്യജനസഭയിൽ പരിഗണിച്ചത്. ഈ പരിപാടിയിൽ പോലീസിന് പുറമെ റവന്യൂ, നഗരസഭ, ഗ്രാമപഞ്ചായത്ത്, താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി, സാമൂഹ്യനീതി വകുപ്പ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത് പരാതി സ്വീകരിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. വളരെ അപൂർവ വാർത്തകൾ മാത്രമാണ് പുറത്തു വരാറുള്ളത്.
പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഒരു കൂടിച്ചേരാനുള്ള ഒരു അവസരം ഇല്ലേ, ഒരു മധ്യജനസഭ എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ വന്നപ്പോൾ തന്നെ നല്ലൊരു പാട്ട് കേട്ടോണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ആ കലാകാരന്റെ പേരൊക്കെ അറിഞ്ഞൂടാ. എന്തായാലും ആ പോലീസ് ഓഫീസർക്ക് എന്തായാലും അഭിനന്ദനങ്ങൾ. നല്ല രൂപത്തിലുള്ള ഒരു പാട്ട്, ആ ഇൻസ്പിറേഷൻ കൊണ്ട് 1-2 പേര് അതിനിടയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പാട്ട് പാടുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു കൂടിച്ചേരാനുള്ള ഒരു അവസരം എന്നുള്ള രൂപത്തിൽ നമുക്ക് ഈ സഭയെ പ്രയോജനപ്പെടുത്താം. അങ്ങനെ വരുമ്പോൾ ഒരു പങ്കിടൽ, ഇരട്ടിപ്പിക്കാനുള്ള സന്തോഷങ്ങളും പകുതിയാക്കാനുള്ള ദുഃഖങ്ങളും ഒക്കെ നമുക്ക് പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത, കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസ്വതി, കൗൺസിലർ വന്ദന ബൽരാജ്, അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇർഷാദ് CK, അശോകൻ ഇട്ടമ്മൽ, കെ സുകുമാരൻ, സോഷ്യൽ പോലീസിംഗ് കോർഡിനേറ്റർ PK രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ C അഖിൽ സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ 150ഓളം വയോജനങ്ങൾ പങ്കെടുത്തു. ഭാവിയിൽ പ്രദേശത്തെ എല്ലാ വാർഡുകളിലും വന്ധ്യജനസഭ നടത്തി പരാതികൾ സ്വീകരിക്കുകയും പരിഹാരം കാണുകയും ചെയ്യുമെന്ന് ജനമൈത്രി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി CPIM അജാനൂർ ഫസ്റ്റ് ലോക്കൽ വയലാർ ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ സംസ്ഥാന കലോത്സവ പ്രതിഭകളുടെ കലാപരിപാടികളും കൈകൊട്ടിക്കളിയും നടന്നു. CPIM ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5, 6, 7 തീയതികളിലായാണ് നടക്കുന്നത്. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി അജാനൂർ ഫസ്റ്റ് ലോക്കലിൽ നടന്ന അനുബന്ധ പരിപാടി ശ്രദ്ധേയമായി. വയലാർ ഗാനാലാപന മത്സരം, കൈകൊട്ടിക്കളി, സംസ്ഥാന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും അവരുടെ കലാ അവതരണവും നടന്നു. മുൻ MP P കരുണാകരൻ വയലാർ ഗാനാലാപന മത്സരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികൾ ജില്ലയിലാകെ നടന്നു വരികയാണ്. അതിലേറ്റവും അധികം പരിപാടികൾ നടക്കുന്നത് കാഞ്ഞങ്ങാട് ഏരിയയിൽ തന്നെയാണ്. ഇന്ന് തന്നെ 2 പരിപാടി ഇപ്പോൾ വനിതകൾ പങ്കെടുത്തുകൊണ്ടുള്ള കമ്പവലി പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചില നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നത്. അതോടൊപ്പമാണ് ഈ പരിപാടി, ഇതിന് ശേഷവും കുറേയേറെ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം, ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വയലാറിൻ്റെ പേരിലുള്ള ഒരു പരിപാടി നടത്താൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചു എന്നുള്ളത് നമ്മളെല്ലാം തന്നെ അനുമോദിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. M സുനിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ, കൺവീനർ അഡ്വക്കേറ്റ് K രാജ്മോഹനൻ, M സുമതി, M പൊക്ലൻ, PK നിശാന്ത്, MV രാഘവൻ, മൂലക്കണ്ടം പ്രഭാകരൻ, M രാഘവൻ, ശിവജി വെള്ളിക്കോത്ത്, V ഗിനീഷ്, ബിജു KV, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ എന്നിവർ സംസാരിച്ചു. തന്മയ അശോക് കേരള നടനം, സ്വാസ്തിക സുരേന്ദ്രൻ നാടോടി നൃത്തം, സജിത് കണ്ണൻ കുച്ചിപ്പുടി, ഋതുപർണ ഭരതനാട്യം, സദയ മോണോആക്ട് എന്നിവ വേദിയിൽ അവതരിപ്പിച്ചു. റെഡിയൻ പെരളം, നായനാർ സ്മാരക മന്ദിരം കിഴക്കേ വെള്ളിക്കോത്ത്, ടീം എക്കാൽ എന്നിവർ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. വയലാർ ഗാനാലാപന മത്സരം 1ാം സ്ഥാനം ഭവന്യ ബാലകൃഷ്ണനും 2ാം സ്ഥാനം ഗീത് ചന്ദും 3ാം സ്ഥാനം ശ്യാം അരയും നേടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരു കാലത്ത് കല്യാണ വീടുകളിൽ ആവേശം വിതച്ചിരുന്ന മുട്ടിപ്പാട്ടിന്റെ താളമിടൽ വീണ്ടും അരങ്ങിലെത്തുന്നു. തങ്കയം യുണൈറ്റഡ് FCയുടെ ആതിഥേയത്വത്തിലാണ് അഖില കേരള മുട്ടിപ്പാട്ട് മത്സരം ജനുവരി 28-ന് തങ്കയത്ത് നടക്കുന്നത്. ജനുവരി 28-ന് വൈകുന്നേരം 6 മണിക്ക് തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക വായനശാലയ്ക്ക് സമീപം ഒരുക്കുന്ന വേദിയിൽ നടക്കുന്ന അഖില കേരള മുട്ടിപ്പാട്ട് മത്സരത്തിൽ മലബാറിലെ 13 ടീമുകൾ മാറ്റുരയ്ക്കാനെത്തും. വിജയികൾക്ക് 1ാം സ്ഥാനം നേടുന്ന ടീമിന് 51,000 രൂപയും ട്രോഫിയും, 2ാം സ്ഥാനത്ത് എത്തുന്ന ടീമിന് 31,000 രൂപയും ട്രോഫിയും, 3ാം സ്ഥാനം നേടുന്ന ടീമിന് 21,000 രൂപയും ട്രോഫിയുമാണ് സമ്മാനമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 13 ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 30-ഓളം എൻട്രികൾ കിട്ടുകയും അതിൽ നിന്ന് സെലക്ട് ചെയ്ത് 13 ടീമിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിജയികൾക്ക് 51,000
31,000, 21,000 പ്രൈസ് മണിയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിന് സ്ഥിരം ട്രോഫി നൽകുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ചിട്ട് 26-ാം തീയതി തങ്കയത്തിൽ വെച്ച് വനിതകൾക്കായിട്ടുള്ള മെഹന്തി മൈലാഞ്ചി മത്സരം നടക്കുന്നുണ്ട്. അതിന് പ്രൈസ് മണി അടക്കം കൊടുക്കുന്നുണ്ട്, ട്രോഫിയും. അതുപോലെ വൈകിട്ട് വനിതകൾക്ക് മാത്രമായിട്ട് കേക്ക് മത്സരം, അതിനും പ്രൈസ് മണിയും അതുപോലെ മൊമെന്റും നൽകുന്നുണ്ട്. ഒരു ടീമിൽ 7 മുതൽ 9 വരെ അംഗങ്ങൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ടീമുകളാണ് ഏറ്റുമുട്ടുക. നിസാമുദ്ദീൻ തളിപ്പറമ്പ് മുഖ്യാതിഥിയായിരിക്കും. അനുബന്ധമായി ജനുവരി 26-ന് രാവിലെ 9:30-ന് വനിതകൾക്ക് മൈലാഞ്ചിയിടൽ മത്സരവും നടക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കേക്ക് നിർമ്മാണ മത്സരവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ ഇസ്മായിൽ, വർക്കിംഗ് ചെയർമാൻ AGC ഷംസാദ്, വൈസ് ചെയർമാൻമാരായ കെ ഷുക്കൂർ, VP ഷാക്കിർ, KP ഉമ്മർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കൊളവയിൽ മുട്ടുന്തലക്കണ്ടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. കൊളവയിൽ മുട്ടുന്തലക്കണ്ടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമാപനമായത്. ജനുവരി 22, 23, 24 തീയതികളിൽ നടന്ന മഹോത്സവത്തിന്റെ ഭാഗമായി മുട്ടുന്തലക്കണ്ടി മുത്തപ്പൻ മടപ്പുര യുവജന സമിതിയുടെ വർണ്ണശബളമായ തിരുമുൽക്കാഴ്ചയിൽ താലപ്പൊലിയേന്തിയ ബാലികമാർ, മുത്തുക്കുടയേന്തിയ വനിതകൾ, ബാൻഡ് മേളം, നൃത്യങ്ങൾ, വിവിധ വേഷങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അണിനിരന്നു. തുടർന്ന് ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം, തിരുമുൽക്കാഴ്ച സ്വീകരിക്കലും, കളിക്കപ്പാട്ട്, അന്തിവേല, കലശം എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. തുടർന്ന് തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് ദർശനം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം
നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. CPIM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പുല്ലൂരിൽ വടംവലി മത്സരം സംഘടിപ്പിച്ചു. വനിതാ വടംവലി മത്സരം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. സുമതി ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് പുല്ലൂർ ലോക്കലിൽ വടംവലി മത്സരം സംഘടിപ്പിച്ചത്. വനിതാ വടംവലി മത്സരം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. സുമതി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ ഏരിയകളിലും 12 ഏരിയകളിലും അനുബന്ധ പരിപാടികൾ നടന്നു വരികയാണ്. കാഞ്ഞങ്ങാട് ഏരിയക്കകത്ത് പ്രത്യേകമായിട്ട് പരിപാടികൾ എല്ലാ ലോക്കലിനകത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കായിക പരിപാടികളുണ്ട്, കലാപരിപാടികളുണ്ട്, സെമിനാറുകളുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ലോക്കലിലും പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏത് തന്നെയായാലും ആവേശകരമായിട്ടുള്ള ഒരു മത്സരമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മനോജ് നഗർ കീക്കാനം ടീമിന് തയ്യാറാക്കിയ ജേഴ്സി സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ വിതരണം ചെയ്തു. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി K. രാജ്മോഹൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മൂലക്കണ്ണം പ്രഭാകരൻ, VV പ്രസന്നകുമാരി, കാറ്റാടി കുമാരൻ, ശിവജി വെള്ളിക്കോത്ത്, ജ്യോതി ബസു എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം സുനു ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി V. നാരായണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പരിപാടിക്ക് MV നാരായണൻ, A. കൃഷ്ണൻ, M. അരുൺ, V. ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. 1ാം സ്ഥാനം ചെഗുവേര തട്ടുമലും, 2ാം സ്ഥാനം മനോജ് കീക്കാനും, 3ാം സ്ഥാനം സിംഗിങ് ഫ്രണ്ട്സും, 4ാം സ്ഥാനം TC ഗ്രന്ഥാലയവും സ്വന്തമാക്കി. വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും ട്രോഫിയും ഏരിയ കമ്മിറ്റി അംഗം ജ്യോതി ബസു നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം ഞായറാഴ്ച ഉപ്പള മണ്ണംകുഴി മൈതാനിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 4:30 സമ്മേളനത്തിന് തുടക്കമാകുമെന്നും AKM അഷ്റഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശം സമൂഹ സമക്ഷം അവതരിപ്പിക്കുകയും സമൂഹത്തിന്റെ ആത്മീയവും വിശ്വാസപരവുമായ താൽപ്പര്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള ബോധവൽക്കരണവുമാണ് സമ്മേളന ലക്ഷ്യമെന്നും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന വിവാഹ ആഭാസങ്ങൾക്കെതിരെയും ലഹരി ഉപയോഗം അടക്കമുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണവും സമ്മേളനത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. മണ്ഡലം MLA AKM അഷ്റഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഉപ്പള അധ്യക്ഷത വഹിക്കും. ഷേഖ് യാക്കൂബ് ജമായി, CP സലീം, ഷരീഫ് കാര എന്നിവർ പ്രഭാഷണം നടത്തും.
ഹുസൈൻ സലഫി ഷാർജ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. വിസ്ഡം ജില്ലാ പ്രസിഡന്റ് ബഷീർ കൊമ്പനടക്കം കർണാടക സലഫി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഹാഫിസ് സലായി, ആരിഫ് കടമ്പാർ, അബു തമാം ഉപ്പള, വിസ്ഡം യൂത്ത് ജില്ലാ സെക്രട്ടറി അനീസ് മദനി, വിസ്ഡം സ്റ്റുഡൻസ് ജില്ലാ പ്രസിഡന്റ് യാസർ അൽ ഹിക്കമി, വിസ്ഡം ജില്ലാ ഓർഗനൈസേഷൻ സെക്രട്ടറി സത്താർ കാഞ്ഞങ്ങാട്, അബ്ദുൽ ഹക്കീം ചെറുവത്തൂർ എന്നിവർ പ്രസംഗിക്കും. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം സമൂഹ സമക്ഷം അവതരിപ്പിക്കുകയും സമൂഹത്തിൻ്റെ ആത്മീയവും വിശ്വാസപരവുമായ താൽപ്പര്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള ബോധവൽക്കരണമാണ് സമ്മേളന ലക്ഷ്യം. സംഘാടക സമിതി ചെയർമാൻ അബൂബക്കർ ഉപ്പള, വിസ്ഡം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് തളങ്കര, അനീസ് മദനി കൊമ്പനടുക്കം, മുഹമ്മദ് അലി അരിമല, നാസിർ മല്ലം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അധ്യാപന മികവിന് റോട്ടറി നൽകുന്ന നേഷൻ ബിൽഡർ അവാർഡിന് പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകൻ MV രവീന്ദ്രൻ അർഹനായി. കാഞ്ഞങ്ങാട് റോട്ടറിയാണ് പുരസ്കാരം നൽകിയത്. അധ്യാപന മികവിനുള്ള റോട്ടറി നൽകുന്ന നേഷൻ ബിൽഡർ അവാർഡിന് പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകൻ MV രവീന്ദ്രൻ അർഹനായി. കാഞ്ഞങ്ങാട് റോട്ടറിയാണ് അവാർഡ് നൽകിയത്. ഭാവി പൗരന്മാരായ വിദ്യാർത്ഥികളെ രാഷ്ട്ര നിർമ്മാണത്തിന് ഉതകുന്ന രീതിയിൽ വാർത്തെടുക്കുന്നത് അധ്യാപകരായതുകൊണ്ടാണ് അവർക്ക് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. നിയുക്ത റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ MV മോഹൻദാസ് മേനോൻ പുരസ്കാരദാനം നിർവഹിച്ചു. ജോലി ഉണ്ടായിരുന്നു, ഒരു ഫാമിലിയിൽ ജനിച്ചു. സാധാരണ കുട്ടികളെ പോലെ തന്നെ നമ്മളൊക്കെ പോലെ തന്നെ സ്കൂളിൽ പോയി ഭയങ്കര ഷൈ ആയിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ചില കുട്ടികളെ നമ്മൾ കാണാറില്ലേ, ഭയങ്കര എന്ത് പറഞ്ഞാലും വളരെ ഷൈ ആയിട്ടുള്ള, എന്തെങ്കിലും ഉത്തരം പറയണമെങ്കിൽ പേടിയുള്ള കുട്ടികളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഞാൻ അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു ഈ കുട്ടി. എല്ലാവരുടെ മുമ്പിൽ അപ്പൊ എല്ലാവരും കളിയാക്കും. ഇങ്ങനെ ഷൈ ആയിട്ടുള്ള കുട്ടികളെ എല്ലാവരും കളിയാക്കും. അങ്ങനെ കളിയാക്കപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് A രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം TV കരിയൻ മുഖ്യാതിഥിയായി. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ VV ഹരീഷ്, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസ് സൂപ്രണ്ട് V ശ്രീജിത്ത്, PTA പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, പ്രഥമാധ്യാപകൻ P ജനാർദ്ദനൻ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ A ഷാജി, മദർ PTA പ്രസിഡന്റ് K നിഷ, സീനിയർ അസിസ്റ്റന്റ് PV ശൈലജ എന്നിവർ സംസാരിച്ചു. പുരസ്കാര ജേതാവ് MV രവീന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെങ്കള പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ബാരിക്കാട് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്റർ ജലം മലിനമാക്കുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ നേരിടുന്നത് വലിയ ദുരിതമെന്ന് ബാരിക്കാട് ആക്ഷൻ കമ്മിറ്റി. ഡയാലിസിസ് സ്ഥാപനത്തിനു വേണ്ടി നാട്ടുകാരെ അഭയാർത്ഥികളാക്കരുതെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാരിക്കാട് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്റർ കാരണം ശുദ്ധജലത്തിന് കിണറുകൾ മാത്രമുള്ള നാട്ടിലെ മുഴുവൻ കിണറുകളും രാസമാലിന്യങ്ങൾ കലർന്ന് ഉപയോഗശൂന്യമായിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സെന്റർ മാറ്റി സ്ഥാപിച്ച് നാട്ടിൽ ശുദ്ധജലം ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഈ സ്ഥാപനത്തിന് അനുമതി നൽകിയ ഗ്രാമപഞ്ചായത്ത്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ജില്ലാ മെഡിക്കൽ ഓഫീസ് അധികാരികളും പ്രദേശവാസികൾ ഇന്നനുഭവിക്കുന്ന ദുരിതത്തിന് ഉത്തരവാദികളാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഒരു നാട്ടിൽ മുഴുവൻ ജലസ്രോതസ്സുകളും മലിനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഡയാലിസിസ് സെൻ്ററിനെതിരെയാണ് ഞങ്ങളവിടെ സമരം ചെയ്യുന്നുള്ളത്. അത് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുവരെ ടെസ്റ്റ് ചെയ്ത 15 കിണറുകളും മലിനമാണ്. നാട്ടിൽ ആർക്കും കുടിക്കാൻ വെള്ളമില്ല. കുട്ടികളും പ്രായമായവരും പല പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. അതിന് ഒരുപാട് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കലക്ടറും ഉദ്യോഗസ്ഥന്മാരും അവിടെ സന്ദർശിക്കുകയും പ്രശ്നങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ട് കലക്ടർ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയും പറഞ്ഞതാണ്. എന്നിട്ടും ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം കുറച്ച് രോഗികളെ ഒരു കവചമാക്കി ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കലക്ടർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ തീരുമാനം മാറ്റുകയുണ്ടായി. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ A മുഹമ്മദ് കുഞ്ഞി, KM അബ്ദുൾ സലാം, B കുമാരൻ, B അബ്ദുൾ മുനീർ, KA ഷാഹിദ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ
ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം, ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ്, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറിവാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടർന്നു. സേവാഭാരതിക്കായി ബന്തെടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം മേൽശാന്തി ശ്രീനിവാസ ഹെബാർ വസ്ത്രദാനം നൽകി. ദേവനർത്തകനും തിടമ്പ് നൃത്ത കലാകാരനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ മേൽശാന്തിയെ സേവാഭാരതി ആദരിച്ചു. സേവാഭാരതിക്കായി ബന്തെടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം മേൽശാന്തി ശ്രീനിവാസ ഹെബാർ വസ്ത്രദാനം നൽകി. ദേവനർത്തകനും തിടമ്പ് നൃത്ത കലാകാരനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ മേൽശാന്തിയെ സേവാഭാരതി ആദരിച്ചു. നമുക്കറിയാം, നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും, അതായത് കൊറോണ മുതൽ
എല്ലാ സമയത്തും ഇതുപോലെ പാവങ്ങൾക്ക് വേണ്ടി കാഞ്ഞങ്ങാട് സേവാഭാരതി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഈ അബ്ബാർ സ്വാമിയുടെ വകയായി തുണി തരങ്ങൾ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരികയുണ്ടായി. അതിൻ്റെ ഭാഗമെന്ന നിലയിലും നമ്മൾ നിത്യേനയുള്ള സേവാ പ്രവർത്തനമാണ് കാഞ്ഞങ്ങാട് സേവാഭാരതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ സേവാഭാരതി പ്രസിഡന്റ് കെ വി ലക്ഷ്മണൻ, സാമൂഹ്യ പ്രവർത്തകൻ ബളാന്തോട് സൂര്യഭട്ട് എന്നിവർ സംസാരിച്ചു. സേവാഭാരതി സെക്രട്ടറി കെ ബാലകൃഷ്ണൻ, സേവാഭാരതി വൃദ്ധസദനം ഭാരവാഹികളായ എം പി ബാലകൃഷ്ണൻ, ടി ഗോപി, പി വി കുഞ്ഞിക്കണ്ണൻ, രാജു UR, കൃഷ്ണൻ അരയി, മധു കല്യാണം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബന്തെടുക്ക. കേരള അയേൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്കിലെ ചിത്താരി മടിയൻ മേഖലയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു. കേരള അയേൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്കിലെ ചിത്താരി മടിയൻ മേഖലയുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VV സുഗതൻ, രവീന്ദ്രൻ PV, ജില്ലാ സെക്രട്ടറി ദിനേശൻ P, ജില്ലാ ട്രഷറർ ജോസ്മോൻ സിരിയത്ത്, ബ്ലോക്ക് പ്രസിഡന്റ് മുരളീധരൻ K, ബ്ലോക്ക് സെക്രട്ടറി പ്രകാശൻ VK, ജില്ലാ കമ്മിറ്റി അംഗം ബാബു ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 2025 മാർച്ചോടുകൂടി നമ്മൾ ഒരു മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിൽ കൈവരിക്കുക എന്നതിന്റെ ഭാഗമായി തന്നെയാണ് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് ത്രിതല പഞ്ചായത്തും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളും മുന്നോട്ട് വരുന്നത്. ആദ്യമായി ഞാൻ ഈ അസോസിയേഷന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ശുചീകരണ യജ്ഞം, നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനകത്ത് വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടെങ്കിൽ പോലും അവരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവരെ ഏറ്റെടുത്ത ആ ഒരു പ്രവർത്തനം നമുക്ക് ഇവിടുന്ന് നടത്തുന്ന ഈ ശുചീകരണ യജ്ഞം നല്ല രീതിയിൽ തന്നെ ഇതൊരു മുതൽക്കൂട്ട് എന്ന നിലയിൽ തന്നെ ഒരു മാതൃകാപരമായി തന്നെ മറ്റുള്ളവരും ഇത് കണ്ടുകൊണ്ട് ആ ഒരു ദൗത്യത്തിലേക്ക് മുന്നോട്ട് വരുന്നതിന് തീർച്ചയായും ഈ ഒരു പ്രവർത്തനം മാതൃകാപരമായി തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാവുന്ന കാര്യം തന്നെയാണ്. ബ്ലോക്ക് കമ്മിറ്റി അംഗം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ ട്രഷറർ ശ്രീനി KV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. GHSS തൃക്കരിപ്പൂർ 1972-73 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. എടച്ചാക്കയിൽ വെച്ചാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. GHS തൃക്കരിപ്പൂർ 1972-73 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എടച്ചാക്കയിൽ വെച്ചാണ് നടന്നത്. PP ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. A. തമ്പാൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ പ്രശസ്തരായ അംഗങ്ങൾ അനുഭവങ്ങൾ പങ്കുവച്ചു. K. കാർത്യായനി നന്ദി പറഞ്ഞു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിലെ മസാജ് സെന്ററിന് നേരെയുള്ള ആക്രമണം, ശ്രീരാമസേന നേതാക്കൾ ഉൾപ്പെടെ 14 പേർ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസമാണ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മസാജ് സെന്ററിന് നേരെ ആക്രമണമുണ്ടായത്. DSS കേരളയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 26-27 തീയതികളിൽ റിപ്പബ്ലിക് ദിനാഘോഷവും ഗോത്ര മഹോത്സവവും സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് അവകാശ ദിനത്തിന്റെ ഭാഗമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആസ്പിരേഷണൽ ബ്ലോക്ക് പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കാസർഗോഡ് ജനമൈത്രി പോലീസ് ഹോസ്ദുർഗിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി വന്ധ്യജനസഭ നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ, ഗ്രാമപഞ്ചായത്ത്, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വയോജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി CPIM അജാനൂർ ഫസ്റ്റ് ലോക്കൽ കമ്മിറ്റി വയലാർ ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ സംസ്ഥാന കലോത്സവ പ്രതിഭകളുടെ കലാപരിപാടികളും നടന്നു.
ഒരു കാലത്ത് കല്യാണ വീടുകളിൽ ആവേശം വിതച്ചിരുന്ന മുട്ടിപ്പാട്ടിന്റെ താളമിടൽ വീണ്ടും അരങ്ങിലെത്തുന്നു. തങ്കയം യുണൈറ്റഡ് FC-യുടെ ആതിഥേയത്വത്തിലാണ് അഖില കേരള മുട്ടിപ്പാട്ട് മത്സരം ജനുവരി 28-ന് തങ്കയത്ത് നടക്കുന്നത്. കൊളവയിൽ മുട്ടുന്തലക്കണ്ടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനമായി. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.